നിങ്ങൾ ചെയിന് പുറത്താക്കിട്ട് സത്യം പറയാം അങ്ങനെയാണ്. അങ്ങനെ ഞാൻ താങ്ക് യു ചേർന്ന് നിൽക്കുന്നു പറയണം. റണ്ണിങ് ആണോ അവിടെ പല്ല് പോയതൊക്കെ കാണാം. വെൽക്കം ടു സെൻ ടോക്ക് വിത്ത് മമിത. ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രീജ ടീച്ചറുടെ റിട്ടയർമെൻറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണുക. കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശ്രീജ ടീച്ചർ 38 കൊല്ലത്തെ കരിയർ പറയുമ്പം അത് 4 decades ആണ്. പല ജനറേഷനിലെ മക്കളെ എത്ര പേരെയല്ലേ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്കിതിൻ്റെ സീക്രട്ട് അറിയണ്ടേ, എന്താണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത്രയും കാലം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുക, പിന്നെ വീടും ഓഫീസും എല്ലാം കൂടി മാനേജ് ചെയ്യുക, ആ ഒരു മൾട്ടി പറ്റി കറക്റ്റ് ആരാന്നല്ലേ. അത് കറക്റ്റ് ശ്രീജ ടീച്ചറും ശ്രീജ ടീച്ചറുടെ ഹസ്ബൻഡും തന്നെയാണ്, വിശ്വനാഥും. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അവർ ഈ ഒരു ജേർണി ഇത്രയും ബ്യൂട്ടിഫുള്ളായി ഇത്ര വരെ എത്തിക്കാനുള്ളത്. ഈ ഒരു ടോക്ക് മേ ബി കുറേ പേർക്ക് മോട്ടിവേഷൻ ആകാം. കുറേ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കുറേ പൊസിഷനിൽ എത്തിച്ച ശ്രീജ ടീച്ചറെ ഇൻഗ്രീഡിയൻറ്റ് ഫോർ ദിസ് ജേർണി എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതാകുമ്പം കുറേ പേർക്ക് അതൊരു മോട്ടിവേഷൻ ആകും, കുറേ ഫാമിലിക്ക് അതൊരു മോട്ടിവേഷൻ ആകും. ഇപ്പം ലെറ്റ്സ് ഹാവ് എ ടോക്ക് വിത്ത് ശ്രീജ ടീച്ചർ ആൻഡ് ഹർ ഫാമിലി. അച്ഛനൊരു മാഷായിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഒരു അധ്യാപകനായിട്ടാണ് അച്ഛൻ മനുഷ്യനായി പോരുന്നത്. അപ്പം അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മക്കളെയൊക്കെ അധ്യാപകരാക്കണം എന്നുള്ളത്. പക്ഷേ അത് എല്ലാവരും, ഞങ്ങൾ 3 മക്കളിൽ എന്നെയാണ് അവസാനം അധ്യാപികയായി മാറിയത്, ഞാനാണ് അധ്യാപികയായി മാറിയത്. അപ്പം അച്ഛനെ പോലെ തന്നെ നല്ലൊരു അധ്യാപികയായി തന്നെ തുടരാനായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ 18 വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞ്, 10ാം ക്ലാസ്സിൽ അന്ന് 10ാം ക്ലാസ് മതിയായിരുന്നു TTCക്ക് പോകാൻ. 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് സീറ്റ് തന്നെ TTC കിട്ടി. അപ്പോൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ സെക്കൻഡ് ഇയർ എത്തിയതേ ഉള്ളായിരുന്നു, അപ്പോഴാണ് TTCക്ക് കിട്ടുന്നത്. അപ്പോൾ TTCക്ക് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ സ്കൂളിൽ സീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അക്കാലത്തൊന്നും പെൺകുട്ടികൾ ആരും ഇങ്ങനെ സ്കൂളിലൊന്നും പൈസ കൊടുത്തൊന്നും ചേർത്തൊന്നും ഒരു കാലമല്ലായിരുന്നു. കാരണം പെൺകുട്ടികളെ കല്യാണം കഴിക്കണം. അപ്പോൾ അച്ഛൻ അതിനൊക്കെ ഒരു വിപരീതമായിട്ട് എത്രയും പെട്ടെന്ന് സർവീസ് കയറുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നെ ജോലിക്ക് കയറ്റിയത്. അത് മാത്രമല്ല, അന്ന് കോഴിക്കോട് ഞങ്ങൾ സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേക്ക് എന്നെ PSC നിയമനം കഴിഞ്ഞിരുന്നു. അപ്പോൾ PSC നിയമനം ഇനി അടുത്ത് കോഴിക്കോട് വരെ ഒരു 7-8 കൊല്ലം കഴിഞ്ഞിട്ടാണ് അച്ഛൻ ആദ്യം അറിയുക. അതൊക്കെ കൂടെ കണ്ടിട്ടായിരിക്കും നേരത്തെ. അതെ, ഞാനങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ സ്കൂളിലേക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. 18ാമത്തെ വയസ്സിൽ അങ്ങനെ അധ്യാപികയായി കുന്നമംഗലം UP സ്കൂളിൽ ചേർന്നു. പിന്നീട് 3 വർഷം കഴിഞ്ഞാണ് കല്യാണം കഴിക്കുന്നത്. 3.5 വർഷം 21ലാണ് കല്യാണം കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ആയി. മക്കൾ അത്യാവശ്യം ഒരു 3 ചെറിയാൾക്ക് 4-5 വയസ്സുള്ള സമയത്താണ് രണ്ടാമത് ഡിഗ്രിയൊക്കെ പഠിക്കണം തോന്നിയത്. അതിൻ്റെ മുന്നേ തോന്നിയിരുന്നെങ്കിലും കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് അതൊന്നും സാധിച്ചില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ BA മലയാളം എടുത്ത് പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സിലാണ് പാസ്സായത്. അതിന് എന്നെ സഹായിച്ചത് കുട്ടികൾ ശരിക്കും രണ്ടാളും ചെറിയ ക്ലാസ്സുകളിൽ തന്നെയാണ്. അപ്പോഴ് പഠിക്കാൻ പോയതിന് പരിപൂർണ ഉത്തരവാദിത്തം ഭർത്താവിനാണ്. അതിന് ഇൻസ്പിറേഷൻ. ചേട്ടനും ജോലിക്ക് പോവും, ഞാനും പോവും, മക്കളുണ്ട്, സ്വന്തം വീട് താമസമായതിനു ശേഷമാണ് പഠിക്കാൻ പോയത്. അപ്പോൾ ആ സമയത്ത് ഒന്നും പഠിക്കുന്നത് കാണൂല. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഞാൻ പഠിക്കാറുമില്ല, പുസ്തകമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമെന്നല്ലാതെ. അപ്പോൾ അവസാനം തോന്നി ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാസ്സാവില്ല എന്നൊരു തോന്നൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ പാസ്സാവുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പാസ്സാവുകയാണെങ്കിൽ ഞാനൊരു പട്ടുസാരി വാങ്ങി തരുമെന്ന്. അപ്പം എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് ഇയർ തന്നെ നല്ല ഫസ്റ്റ് ക്ലാസ്സോട് കൂടി നല്ല മാർക്കോട് കൂടി ഫസ്റ്റ് ഇയർ പാസ്സായി. അപ്പം ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ നമുക്കൊരു എന്നാൽ ശരി, ഇത് ഓരോ കൊല്ലം ഓരോന്ന്, അങ്ങനെ 3 വർഷം ഓരോ സാരിയായി കൈക്കലാക്കി. അത് കഴിഞ്ഞ് പിന്നെ PGക്ക് പോകുക. ഞങ്ങളെ സ്കൂളിലെ ഒരു ടീച്ചറോട് ഉണ്ടായിരുന്നു, ജയ ടീച്ചറോട് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറും പറഞ്ഞ് നമ്മളൊരു PGക്കും കൂടെ പോവുകയാണ്. അങ്ങനെ വെറുതെ ശരി വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് അവസാനം വെറുതെ പോയി. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞു, ഇപ്പോൾ റിസൾട്ട് വന്നില്ല. സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ ഒരു ദിവസം മുന്നെയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ പാസ്സാവില്ല എന്ന് വിചാരിച്ച് വെറുതെ സെക്കൻഡ് ഇയർ ഒന്നും പഠിച്ചതുമില്ല. പക്ഷേ എന്നാലും സെക്കൻഡ് ക്ലാസ്സിൽ അതും പാസ്സായി. MA പാസ്സായി. MA മലയാളം തന്നെ മെയിൻ എടുത്ത് പാസ്സായി. നമ്മളെ പേരിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ, വെറും 10ാം ക്ലാസ്സും കുസ്തിയും പോരല്ലോ.
അപ്പോൾ എന്തെങ്കിലും ഇപ്പോഴത്തെ അതുമല്ല പിന്നത്തെ തലമുറകളൊക്കെ പെൺകുട്ടികൾക്കൊക്കെ മിനിമം ഡിഗ്രി എന്നെങ്കിലും ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്തായാലും വേണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം കുറച്ച് നല്ല മാർക്കോടെ കൂടി പാസ്സാകാനുള്ള ഇൻസ്പിറേഷൻ തന്നത്. ഞാനതിൽ ഇടപെടാനുള്ള കാരണം എന്ന് വെച്ചാൽ അവൾക്ക് എന്തും കഴിയുമെന്നുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഏതെടുത്താലും അവൾ നേടിയെടുക്കും. പിന്നെ നല്ല കഴിവുണ്ട്, എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യാനെടുത്താവും. അപ്പോൾ എനിക്കറിയാം തൊഴിൽ നോട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട് പോകുന്നുള്ളത്. അങ്ങനെ പറഞ്ഞ മാതിരി തന്നെ നല്ല പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്തെടുത്തു. പിന്നെ വീട്ടിലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും അങ്ങനെ നല്ലൊരു അവസരം കിട്ടി. ഒരു ഭാഗ്യം കൊണ്ട് നല്ല ഡിഗ്രി എടുക്കാൻ നല്ല ഇപ്പോഴത്തെ വെറും 10ാം തരം TTC എന്ന് പറയുന്നതിനെക്കാട്ടിലും അവൾക്കെന്നെ തോന്നിയ ഒരു ഡിഗ്രി വേണം. അപ്പോൾ ആ വിചാരത്തോടു കൂടിയിട്ട് പരിശ്രമിച്ച് നേടിയെടുത്തത് തന്നെയാണ്. മക്കളൊക്കെ പണിക്ക് പോകുന്നുണ്ട്, വീട് നോക്കുന്നുണ്ട്, കുട്ടികളുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസും എടുത്തത്. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് 2 വീലർ. ഇപ്പോൾ ഓടിക്കുന്നില്ല, അത് വേറെ കാര്യം. ആ കാലത്തൊക്കെ ഓടിച്ചിരുന്നു. അതിനും അവളാണ് എന്നെ, ഞാൻ എടുക്കൂല പറഞ്ഞു, വയസ്സായി, ഇനി ഡ്രൈവിംഗ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്, ഞാൻ ഏതായാലും നിങ്ങൾ വരുന്നില്ല, വരണ്ട, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. അപ്പൊ എനിക്കൊരു മോശം തോന്നി. സത്യം പറയാം, അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ എടുത്തു, പിന്നെ അവളും എടുത്തു. അപ്പൊ ഞാൻ ഓടിക്കുന്നു, അവൾ ഓടിക്കുന്നില്ല. രണ്ടാളും ഒരുമിച്ച് അങ്ങ് പോയി. കുട്ടികൾ അത് പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴിയിൽ നിന്നൊക്കെ കുട്ടികൾ ഓടി വന്ന് ടീച്ചറെ നിറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത്. പിന്നെ പല സമയത്തും ഇപ്പൊ അടുത്ത ദിവസം തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യാൻ വന്ന ഒരാൾ ഓടി വന്ന് കാല് കിട്ടുറലൊക്കെ ഇത്. അപ്പൊ അങ്ങനത്തെ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനത്തതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ടീച്ചർ അഭിമാനങ്ങൾ. പിന്നെ എവിടെ ചെന്നാലും ഒരാളിനെങ്കിലും ഉണ്ടാവും ടീച്ചറേന്ന് വിളിക്കുക. ഒരു ബസ് കയറിയാൽ അവിടെ ഉണ്ടാവും ടീച്ചറെ അറിയുന്ന ഒരാളുണ്ടാവും. ഒരു മാർക്കറ്റിൽ പോയാൽ അവിടെ അറിയുന്ന പോലെ ഫുള്ളുണ്ടാവും. അങ്ങനെ എവിടെ ചെന്നാലും ഒരാളെ കാണും. എന്തിനുമ്പോളന്ന് ഇവിടെ പോയ സമയത്ത് എവിടെയൊന്ന് ആൻഡമാനിലോ എവിടെയൊന്ന് പോയ സമയത്ത് പഠിപ്പിച്ച ടൂർ പോയാൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികളൊക്കെ നല്ല നിലയിൽ എത്തി. അതെ അതെ. പിന്നെ അതുകൊണ്ട് പല കുട്ടികളും അങ്ങനെ നല്ല ഫീൽഡിലെത്തിയ കുട്ടികൾ പലരും ഉണ്ട്. ഒരു മോനോട് ഞാൻ ഇങ്ങനെ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ MBBS പോകണമെന്ന് പറഞ്ഞ് അതാ ഇൻസ്പിറേഷനായി എടുത്തു. ഓൾ ഇന്ത്യ ലെവലിൽ പോയി ഇപ്പം PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മയും ഇപ്പൊക്കെ എപ്പോഴും സ്കൂളിൽ വരുന്നുണ്ട്. അവൻ്റെ പേനെ അച്ഛൻ പഠിപ്പിച്ചതാണ്. അവര് പറയുമ്പോഴാണ്. അത് മാത്രമല്ല പല കുട്ടികളും ഇപ്പോഴും അതെ 10ാം ക്ലാസ് ഫുൾ A+ ആ ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിച്ചു പറയും. ചില +2 കഴിയുമ്പം ഫുൾ A+ ആന്ന് കുറേ കുട്ടികളുണ്ട്. അങ്ങനത്തെ ഓരോ റിസൾട്ട് വരുമ്പോഴും ഞാൻ ടീച്ചറെ എങ്ങനെയായി എന്ന് പറയാൻ ഇങ്ങനെ ഒരു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. ഞാൻ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാൻ, നമ്മളെ കൊറോണ സമയത്ത് ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം കിട്ടി. കൈറ്റിന്റെ വിറ്റേഴ്സ് ചാനലിൽ ഒരു ഓൺലൈൻ ക്ലാസ്. അതും പറഞ്ഞതുപോലെ ഞാൻ വേണ്ട പറഞ്ഞു പുറകോട്ട് നിന്നായിരുന്നു. കേരള ഒന്നിച്ച് കണ്ടൊരു TV-യിൽ വന്നതാണ്. അത് നമ്മളെ വിശാഖ മാഷ ഒരു നിർബന്ധത്തിന് എടുത്തതാണ്. മാഷ് അങ്ങനെ അതെ. അത് കഴിഞ്ഞപ്പോ പലരും പണ്ട് പഠിപ്പിച്ച കുട്ടികളും കൂടെ പഠിച്ചവരും കണ്ടവര് പലരും വിളിച്ച് ഇങ്ങനെ നന്നായി നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അഭിനന്ദിച്ച്. അപ്പൊ ഒക്കെ ഒരു എടുത്ത സമയത്ത് അത്ര ഒരു തോന്നിയില്ലായിരുന്നു. പക്ഷെ എല്ലാരും വിളിച്ചു കഴിഞ്ഞപ്പോ അതെ ഫീഡ്ബാക്ക് കിട്ടിയപ്പം പക്ഷെ അന്നപ്പോ തോന്നുക കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നുന്നു. ഒന്നുമില്ല, സ്കൂളിൽ വരുന്ന കുട്ടികൾ സ്വന്തം കുട്ടികളാന്ന് കരുതുക. സ്വന്തം കുട്ടികളെ നമ്മൾ എങ്ങനെയാ അവരോട് പെരുമാറുക, അവരെങ്ങനെയാ പഠിപ്പിക്കുക, അത്രയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം വന്നോളും. വ്യത്യാസം എന്ന് പറയാൻ ഞാൻ പ്രായപൂർത്തിയായപ്പോൾ തന്നെ ടീച്ചറല്ലേ, പിന്നെന്ത് വ്യത്യാസം വരാൻ? അന്നേ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് സമൂഹത്തിൽ ടീച്ചറായപ്പോൾ നമുക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം ഉണ്ട്, റെസ്പെക്റ്റ് തരുന്നുണ്ട്. എല്ലാവരും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ട്. അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അത് അപ്പം നമ്മൾ അതിനനുസരിച്ച് തന്നെ അവരോട് ബിഹേവ് ചെയ്യും. അതായത് നമ്മൾ എല്ലാ വിഷയങ്ങളും കണ്ടറിഞ്ഞ് പെരുമാറുക എന്നുള്ളത്. അതായത് സംസാരമില്ലാത്തതാണ് ഈ അധിക കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതില്ലാതിരിക്കുകയാണെങ്കിൽ സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒളിമറവ് ഇല്ലെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടായിരിക്കും. അപ്പം പരസ്പര സ്നേഹത്തിൻ്റെ അടിസ്ഥാന തരം എന്ന് പറയുന്നത് ഈ തുറന്നു പറച്ചില്ല, ഒളിച്ചു വെക്കല്ല, മറച്ചു വെക്കാതിരിക്കുക. അങ്ങനെ പരസ്പരം ഞങ്ങൾക്ക് ഒന്നുമില്ല മറച്ചു വെക്കണ്ട. അപ്പോൾ അവളുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ എനിക്ക് തിരുത്താൻ കഴിയും, എൻ്റെ തെറ്റുകൾ അവൾക്ക് തിരുത്താൻ കഴിയും. അങ്ങനെ സന്തോഷത്തിൽ അങ്ങനെ പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഭാവി ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഒരു തുറന്നു പറച്ചിലിന് പരസ്പരം സംസാരിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹങ്ങൾ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ തുറന്ന് ഉള്ള
സംഭാഷണത്തിലൂടെ. അതെൻ്റെ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് എൻ്റെ കടമയാണ് എന്നുള്ള ധാരണ, തോന്നൽ. അപ്പോൾ നമ്മൾ കടമ നിർവഹിക്കുക, അതിൽ സന്തോഷം കണ്ടെത്തും. ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതേ രീതിയിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം കൊണ്ടുവരാൻ എൻ്റെ ജോലി. അത് നല്ലൊരു കാര്യമല്ലേ, വളരെ നല്ല കാര്യം. നമ്മൾ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ നമ്മളൊരു അധ്യാപികയായി പഠിച്ച സ്കൂള്, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, അച്ഛൻ്റെ കൂടെ തന്നെ ഞാൻ 3 വർഷം ജോലി ചെയ്തല്ലോ, 3.5 വർഷത്തോളം. പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, അവരെ കൂടെ ജോലി ചെയ്തു. അങ്ങനെ ഞാൻ ശരിക്കും സത്യം പറയാൻ വെച്ചാൽ ഒരു 3 തലമുറേൻ്റെ കൂടെ ജോലി ചെയ്തു. എന്നെ പഠിപ്പിച്ചവർ അതെ. ഒരു HM എന്ന് പറഞ്ഞാലും ടീച്ചർ എന്ന് പറഞ്ഞാലും വെറും സാധാ ടീച്ചർക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളോടും രക്ഷിതാക്കളോടും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മാത്രം ചെയ്താൽ മതി. എന്നാൽ HM ആവുമ്പം ഭാരിച്ച ചുമതല, പ്രത്യേകിച്ച് ഒരു പ്രൈമറി സ്കൂളുകളിൽ ഒരു ക്ലർക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ല. അവിടെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം നോക്കണം, ഡിസിപ്ലിൻ്റെ കാര്യം നോക്കണം, മൊത്തത്തിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് റോഡ് സൈഡിലുള്ള സ്കൂളും കൂടെ ആകുമ്പോൾ കുട്ടികളുടെ അച്ചടക്ക നടപടി മുതൽ എല്ലാം നമ്മളെ HMൻ്റെ തലയിലാണ്. പണ്ടത്തെ കാലം മാതിരിയല്ല. അപ്പോൾ രക്ഷിതാക്കളൊക്കെ നല്ല ബോധവാന്മാരാണ്. അപ്പോൾ അവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്താൽ തന്നെയുള്ളൂ നമുക്കൊരു ഉണ്ടാവുള്ളൂ സമൂഹത്തിൽ. അത് ടീച്ചിങ്ങിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു അധ്യാപികയാണെങ്കിൽ അത് ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെയൊക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അവർ ഉൾക്കൊള്ളും. ഒരു ആത്മാർത്ഥമുള്ളൊരു അധ്യാപികയാണെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടേ പറ്റൂ, അല്ലാതെ നിലനിൽപ്പില്ല. അപ്പോൾ എങ്ങനെയായാലും അതിനനുസരിച്ച് ചെയ്യുന്നവരുണ്ട് ഇഷ്ടം പോലെ. മെച്ചമായി എന്നെ സഹായിച്ച ഒരുപാട് ആൾ, ഞാൻ ആ സ്ഥാനത്ത് നിന്ന സമയത്ത് ഞങ്ങളെ PTA-ക്കാർ, MPTA-ക്കാർ, അതുപോലെ സഹാധ്യാപകർ, അവരെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹകരണമായിരുന്നു. ആ സഹകരണം ഉള്ളതുകൊണ്ടാണ് HM-ആയിട്ട് എനിക്ക് വിജയിച്ചു എന്ന് വിചാരിക്കുന്നത്, അങ്ങനെ കഴിഞ്ഞത്. എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടായിരുന്നു, ജനങ്ങളെ, രക്ഷിതാക്കളെ, എല്ലാവരുടെ ഭാഗത്തുനിന്നും. അത് വീട്ടിൽ നിന്നായാലും അതെ. പഴയ കാലത്തൊന്നും അത്ര ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നിയിരുന്നില്ല. കുട്ടികളോട് ഉത്തരവാദിത്വം ഉണ്ടാവും, അവർക്ക് ജോലിയിൽ അത്ര ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അധ്യാപകർക്ക് നല്ല ടെൻഷനുണ്ട്, അവർക്ക് ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട്, ഒരു ഭയപ്പാടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പണ്ടത്തെ മാതിരി ആ ഫ്രീ ഹാൻഡും തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ചോദ്യം ചെയ്യുന്ന ആളുകൾ നല്ലത് ചെയ്താലും ചിലപ്പോൾ അത് ചീത്തയായിട്ട് ഭവിക്കും. അങ്ങനത്തെ ഒരു കാലമാണ്. പിന്നെ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അധികം ആൾക്കും. ആ കുട്ടീൻ്റെ ഓമനിച്ച് വളർത്തുന്നതാണ്. അവരുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കപ്പെടും. പണ്ട് സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാധ്യത തീർന്നു. ഇപ്പോഴത്തെ കുട്ടികളല്ല. അതൊരു മെയിൻ കാര്യമാണ്. നമ്മൾ എപ്പോഴും കെയർഫുൾ ആവണം വളരെ അക്കാര്യത്തിൽ, കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ. അത് ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ. ക്ലാസ് എടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു. HM ആവുന്നതിലും സംതൃപ്തി നൽകിയിരുന്നത് ഒരു പഠിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ ക്ലാസ്സിലും കയറിയായിരുന്നു. ഏതെങ്കിലും ടീച്ചേഴ്സ് ഇല്ലാത്ത ദിവസമൊക്കെ ക്ലാസ് ഫ്രീ ഉള്ള പീരീഡ് ഞാൻ തന്നെ അങ്ങ് പോകും. എന്നിട്ട് ആ ക്ലാസ്സിലൊക്കെ കയറി അപ്പോഴത്തേക്ക് പക്ഷേ കോള് വരും, ഇന്ന ആരെങ്കിലും ഓഫീസിൽ ആരെയും കാണാൻ വരും. അതുകൊണ്ട് പകുതി വെച്ചൊക്കെ നിർത്തിപ്പോരും. പിന്നെ അത് കൂടാതെ ഒരുവിധം എല്ലാ ക്ലാസ്സിലും ഞാൻ കയറിയിട്ടുണ്ടാവും. ഒരു വർഷത്തിനിടയിൽ ക്ലാസ് കയറി എല്ലാ കുട്ടികളോട് സംസാരിക്കും, അവരെ പഴകും, അവരോട് ഓരോ കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. USSൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്സ് ഒരു 3 ക്ലാസ് ഞാനാണ് എടുത്തു കൊടുത്തു. അവസാനം ക്ലാസ് എടുക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് കുട്ടികളും വന്ന് പറഞ്ഞിരുന്നു, എൻ്റെ ക്ലാസ് അവർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ USSൻ്റെ ക്ലാസ് അതും ഞാൻ നിറവേറ്റി. ക്ലാസ് പോയിട്ട് പഠിപ്പിക്കാൻ ഒരു സുഖം തന്നെയാണ് കുട്ടികളോട്. പിന്നെ മറ്റേത് ഉത്തരവാദിത്തമാണ്, അത് നമ്മളെ തലയിൽ വലിയൊരു ഭാരമാണത്. അപ്പോൾ അവിടെ പഠിപ്പിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നുമില്ല. അവസരം കിട്ടായിട്ടല്ല, ഇങ്ങനെ ഇതുപോലെയൊക്കെ പഠിപ്പിക്കുക, ആളില്ലാത്ത വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് സമയം കിട്ടുന്നില്ല. അത്രയും ലേശം വലിയ സ്കൂളാണല്ലോ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എന്താ ഇപ്പോഴേ തന്നെ ഇനിയിപ്പോൾ ഇതിൽ ഫ്രീഡമായി, സ്വതന്ത്രമായി. അപ്പോൾ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മക്കളെടുത്ത് പോവുക, മക്കൾ പല സ്ഥലത്താകുമ്പോൾ അവരെടുത്ത് പോവുക, അവരുടെ കൂടെ ടൂറ് പോവുക, പര്യടനം നടത്തുക. അങ്ങനെ ഇനിയിപ്പോൾ സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമില്ല, ഉള്ള സമ്പാദ്യം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. അവളത് എൻ്റെ 10 കൊല്ലം മുമ്പ് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം തോന്നിയില്ല. ഇനി ഇവിടെ തുടങ്ങി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൂടുതൽ രസമായി. ആരോഗ്യമാണ് മെയിനായിട്ട് നമ്മളെ ഒരു മുന്നിൽ തടസ്സമായി നിൽക്കുക. എന്തെങ്കിലും പ്രശ്നം വരുന്നതിൽ വേറെ ഉള്ളതൊന്നുമില്ല. പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടാണ്, ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിരാശയൊന്നുമില്ല. പിന്നെ ബാധ്യതകൾ അധികമില്ലാതെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തോടുകൂടി ആ ബാധ്യതകൾ കഴിഞ്ഞു, കയറി കിടക്കാൻ ഒരു സ്ഥലമുണ്ട്. അതൊക്കെയാണ് അവരെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. അതെല്ലാം ഉണ്ട്. പിന്നെ ഉള്ള എൻജോയ് ചെയ്ത് ജീവിക്കുക. ഇനി ലൈഫ് അങ്ങനെ അടിച്ചുപൊളി ചെയ്യുക. അതെ.
മുതൽക്കേ എല്ലാ ടീച്ചേഴ്സുമായിട്ടും എപ്പോഴും നല്ല കണക്ഷനായിരുന്നു. 3 പേരും പഠിച്ച സ്കൂളാണ്. അച്ഛൻ അവിടെ മാഷായിരുന്നു. അപ്പം ശ്രീജ 18-ാം വയസ്സിൽ ആ സ്കൂളിൽ ടീച്ചറായി. അച്ഛനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. അച്ഛൻ്റെ കൂടെയും പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെയും ടീച്ചറായി വർക്ക് ചെയ്യാവുന്നത് അച്ഛനച്ഛമായ സ്കൂളിൽ തന്നെ അച്ഛമായി. അതിലും വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ പഠിപ്പും സ്കൂളും. അന്ന് ഒരു വടിയെടുത്ത മാഷ് പോയാൽ കുട്ടികളെ പേടിച്ച് ഓടിപ്പോവുകയായിരുന്നു. ഇപ്പോൾ കുട്ടികളും ടീച്ചർമാരും തമ്മിൽ സൗഹൃദ അന്തരീക്ഷമാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോഴേ മക്കളെ നോക്കുന്ന ഉത്തരവാദിത്തം അമ്മക്കായിരുന്നു. 2 മക്കളെയും വളർത്തി വലുതാക്കി. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അച്ഛനും അമ്മയും വരെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോലെ. ഇപ്പോൾ ധൈര്യത്തിൽ സ്കൂളിൽ പോവാം. അതുകൊണ്ട് സ്കൂളിലെ ഒരു പ്രവർത്തനങ്ങൾക്കും എനിക്ക് മുടക്കം വന്നില്ല. വൈകുന്നേരം വരെ അതെ 2 സപ്പോർട്ട് ചെയ്തിനി, അച്ഛനും അമ്മമ്മയും. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും. ചെറുപ്പത്തിലൊക്കെ അമ്മേനി ഇട്ടോ എഴുതാനും വായിപ്പിക്കാനൊക്കെ തുടക്കം അമ്മേനി. അമ്മക്ക് ഞങ്ങളെക്കാളും ഞങ്ങളെ പഠിപ്പിച്ച കവിതകളും കഥകളും ഒക്കെ അമ്മക്ക് അറിയാം. അമ്മ ഞങ്ങളിന്ന് ഇവിടുന്ന് തെറ്റിക്കുമ്പോൾ അമ്മ അവിടുന്ന് ഇങ്ങനെ പറയും അങ്ങനെയല്ല അങ്ങനെയാണ്. ഇപ്പോഴും കൂടെ വേണേൽ ചൊല്ലിത്തരും പണ്ടത്തെ പാട്ടുകളൊക്കെ, കവിതകളൊക്കെ. പദ്യങ്ങളുണ്ടാവില്ലേ, പദ്യം, അതൊക്കെ അമ്മക്ക് വൈഹാർട്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിട്ടു. ഞങ്ങളെ ആദ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസം അമ്മേനി. പരീക്ഷേന്റെ തലേന്ന് മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്ത് പിന്നെ പരീക്ഷ പേപ്പറൊക്കെ അല്ലേ, പരീക്ഷ പേപ്പറൊക്കെ നോക്കലും ഇതൊക്കെ അമ്മേനി. വടി കൊടുത്ത് അടിച്ച് കയ്യിലും കാണാം. ഇപ്പോൾ ലീവ് എടുക്കൂല ആരും സ്കൂളിൽ പോകാൻ. സ്കൂളിൽ കല്യാണമൊക്കെ ആയാൽ കല്യാണം അവിടെ നടക്കും, ഞങ്ങൾ സ്കൂളിൽ പോകും. അങ്ങനെയായിരുന്നു, തീരെ ലീവ് എടുത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മടിയാ പോവാന്ന്. ഞങ്ങൾക്കൊന്നും മടിയില്ലായിരുന്നു. ഹാപ്പി റിട്ടയർമെന്റ് ശ്രീജ. വയസ്സായപ്പോൾ ഇതും പറഞ്ഞു. ഹാപ്പി റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് ലൈഫ് കുറേ ട്രിപ്പും പുതിയ പുതിയ ഹോബീസൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കേണ്ടി അമ്മ. ജോലിഭാരമൊക്കെ മാറ്റി വെച്ച് അച്ഛൻ്റെ കൂടെ റിലാക്സായി സിനിമയൊക്കെ കണ്ട് യാത്രകളൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യുക. ടെയിലറിംഗ് ഒക്കെ ചെയ്യേണ്ടി. ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. 38 വർഷം ഒരേ ജോലി ചെയ്യാതും 100% ഡെഡിക്കേഷനാണ്. ഞാൻ ജോലിക്ക് കയറി 2ാം ദിവസം തന്നെ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞതാണ്. ആ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കിംഗ് കമ്മിറ്റ്മെന്റ് അതൊന്നും വേറെ അങ്ങനെ അധികം കാണാറില്ല. ഇപ്പം ഞാനും കല്യാണം കഴിഞ്ഞ് ജോലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും രണ്ടും കൂടി ചെയ്യുമ്പോൾ അമ്മേന്റെ ബക്കറ്റിലെത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു എഫേർട്ട് മനസ്സിലാവുന്നത്. രാവിലെ 9 മണിയാകുമ്പോഴേക്കും ഫുള്ള് വീട്ടിലത്തെ പാചകമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കുട്ടികളായപ്പോൾ മുഴുവൻ ഇത് നോക്കി എന്നിട്ട് വൈകുന്നേരം വന്ന് വീണ്ടും പാചകം. അതൊന്നും ഇപ്പോഴാണ് അതിന്റെ സ്ട്രെയിൻ മനസ്സിലാവുന്നത്. അത്രയും ബുദ്ധിമുട്ട് മനസ്സിലാവാണ്ട് അതൊരു നല്ല സംഭവം തന്നെ. അതൊക്കെ നോക്കി അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെ അമ്മേനെ പോലെയാണ്. എന്നിട്ടും എല്ലാം ചെയ്യും, തയ്ക്കും, എക്സ്ട്രാ കരിക്കുലർ ഒക്കെ വേറെയുണ്ട്. അമ്മ സ്കൂളിൽ നിന്ന് വന്നിട്ടും ടീച്ചർ ആയതിനു ശേഷം സ്കൂളിൽ നിന്ന് വന്നിട്ടും ഉള്ള വർക്ക് അത് ഒരു ഓവർലോഡഡ് തന്നെയായിരുന്നു. ഹെൽത്ത് ഒന്നും നോക്കാണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ലാസ്റ്റ് 1 വർഷം അതിന് മുന്നേ ഉണ്ട്. പക്ഷെ ടീച്ചർ ആയപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വന്നു. അപ്പം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. രാത്രി എത്ര മണി 10 മണിക്കൊക്കെ കോളും അത് ഇതും. എന്നിട്ടും അത്രയും ആരോഗ്യം കൂടെ നോക്കാണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് എ ടീച്ചർ പറഞ്ഞാലൊക്കെ അമ്മേന്റെ പേരിലും അമ്മച്ചന്റെ പേരിലും ഒക്കെ ആയിരുന്നു ഞാൻ എപ്പോഴും അറിയപ്പെടുന്നത്. അപ്പൊ അതൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ഇപ്പോഴും നല്ല ടീച്ചറായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരെന്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ഇനിയിപ്പം വീട്ടിലിരിക്കുന്ന റെസ്റ്റ് ചെയ്യട്ടെ, റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്. ഹെൽത്ത് നോക്കണം. എക്സ്ട്രാ കരിക്കുലർ അമ്മയ്ക്ക് ആഗ്രഹമുള്ള പോലെ തയ്യലാണെങ്കിലോ ഗാർഡനിങ് ആണെങ്കിലോ നല്ല പാഷൻ എക്സ്പ്ലോർ ചെയ്ത് റിട്ടയർമെന്റ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. 38 വർഷത്തെ ദീർഘകാല സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് പിരിയുന്ന അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി റിട്ടയർമെന്റ്. I hope you all like the video. അപ്പം സെൻറ്റ് ടോക്ക് വിത്ത് ശ്രീജ ടീച്ചർ ആൻഡ് ഹർ ഫാമിലി. അപ്പം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡയറക്റ്റ് അവരോട് തന്നെ ചോദിക്കണമായിരുന്നു എന്തൊക്കെയാണ് ഇതുവരെയുള്ള ജേർണിയിൽ പലർക്കും അവരുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ കുറേ ചെയ്യാൻ പറ്റും, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്കും എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടാതെ എനിക്ക് എന്താ ശ്രീജ ടീച്ചറോട് പറയാനുള്ളത് വെച്ചാൽ, ശ്രീജ ടീച്ചർ എനിക്ക് അറിയുന്ന ശ്രീജമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ
വെച്ചാൽ എല്ലാവരും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് റിട്ടയർമെൻറ്റ് ജീവിതം ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. പക്ഷേ ശ്രീജ ടീച്ചർ അല്ലെങ്കിൽ ശ്രീജ എനിക്കറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഇന്നും ഇന്നലെയും എന്നും സ്വന്തം എങ്ങനെയാണ് അത് അതേപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഹാപ്പനിങ് പേഴ്സൺ ആണെന്ന് പറയില്ലേ, എല്ലാ ടൈപ്പ് ആൾക്കാരുടെ കൂടെ കൂടാൻ പറ്റുന്ന ഒരു ശ്രീജ ടീച്ചറാണ്. അപ്പം ശ്രീജമ്മക്ക് ഫുൾ റെസ്റ്റും എല്ലാ ഹാപ്പിനെസ്സും ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഞാൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ കാണാൻ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ കൂടിക്കോ ബാക്കി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കിവിടെ പിരിയാം. അപ്പം ദിസ് ഇസ് 10% മമിത സൈനിങ് ഓഫ്. ബൈ.